പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കടുത്ത സുരക്ഷാ ലംഘനം നടത്തുന്നത് കവടിയാർ കൊട്ടാരത്തിലെ നിത്യ സന്ദർശകരെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്. ആദിത്യവർമ്മയുടെ അടുപ്പക്കാരുടെ പേരുകൾ വരെ പരാമർശിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയത്. ക്ഷേത്രത്തിലെ സ്വർണവും വജ്രവും അടക്കമുള്ളവ കാണാതായെന്ന റിപ്പോർട്ടിലാണ് സുരക്ഷാ ലംഘനം വെളിവാകുന്നത്. ഹരിമോഹൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ഹരി, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അലയൊലികൾ അവസാനിക്കുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും സമാനമായ രീതിയിൽ അല്ലെങ്കിൽ പോലും ചില കൊള്ളകൾ നടക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിനും അപ്പുറം അമ്പരിപ്പിച്ചത് അവിടെ ഏറ്റവും കൂടുതൽ സുരക്ഷ അവകാശപ്പെടുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് രാജ്യത്തെ തന്നെ. അവിടെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും തങ്ങൾക്ക് ബാധകമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലസി നടക്കുന്ന ചില ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് ഈ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്നത് ആരുടെ പിൻബലത്തിലാണ്? ഇവർക്ക് ഈ അധികാരം അവിടെ കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് ആരാണ് എന്നുള്ള വലിയ ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സ്വർണവും വജ്രവും അടക്കമുള്ള അമൂല്യമായ വസ്തുക്കൾ നഷ്ടമായിരിക്കുന്നു. ഈ പട്ടികയിൽപ്പെടുന്ന ആളുകൾ, അവിടെ ഈ സ്വൈര്യവിഹാരം നടക്കുന്ന ആളുകൾക്ക് ഈ മോഷണവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്നിപ്പോൾ ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം കണക്ട് ചെയ്യുന്നുണ്ടോ ഹരി? ആര്യ, അമൂല്യ നിധിശേഖരം സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുക്കളെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ചകളൊക്കെ തന്നെ പല തവണ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തു വരുന്നത്. അതും സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നു. അതും ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പലപ്പോഴായി സ്വർണവും വജ്രവും അടക്കമുള്ള ആഭരണങ്ങൾ, അമൂല്യ വസ്തുക്കളൊക്കെ തന്നെ നഷ്ടപ്പെടുന്നു. മാത്രമല്ല, ഈ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്ന വസ്തുക്കളിൽ പലതും തിരിച്ചെത്തുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് കടുത്ത സുരക്ഷ നിലവിലുള്ള ആ സുരക്ഷ പാലിക്കേണ്ടുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചില ആളുകൾ അനധികൃത VVIPകളായി വിലസുന്നു എന്നുള്ളതാണ് പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കവടിയാർ കൊട്ടാരത്തിലെ നിത്യസന്ദർശകരും ആദിത്യവർമ്മയുടെ അടുപ്പക്കാരുമായിട്ടുള്ള കുറച്ചാളുകൾ, അവർക്ക് ഈ സുരക്ഷാ സ്ക്രീനിംഗ് ഒന്നും പ്രശ്നമല്ല, അല്ലെങ്കിൽ സുരക്ഷാ പരിശോധന പ്രശ്നമല്ല. എൻട്രിയും എക്സിറ്റും ഒക്കെ ഈ വളരെ എളുപ്പത്തിൽ അവർക്ക് കയറാനും ഇറങ്ങാനും സാധിക്കുന്നു. ഇങ്ങനെ യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ അവിടെ വിഹരിക്കുന്ന ആളുകളുടെ പേരുകൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഗണപതി VAR, രാജേഷ് കഴക്കൂട്ടം, ജിം അരുൺ, കോട്ടക്കൽ ഷൈജു, പത്മേഷ് പരശുരാമൻ, അശോക് എന്നിവരുടെ പേരുകളാണ് പറയുന്നത്. ഇവർ ആദിത്യവർമ്മയുടെ അടുപ്പക്കാരാണ് എന്നുള്ളത് കൂടിയാണ് പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ നിലവിൽ ആഭ്യന്തര വകുപ്പിന്റെ ആഭ്യന്തര സെക്രട്ടറിയുടെ കൈകളിലാണ് ഈ റിപ്പോർട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്മേൽ കൃത്യമായ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം സുരക്ഷയുള്ള ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അത്രത്തോളം സ്വത്തുക്കൾ അവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിരന്തരം ലംഘിക്കുന്നത് ഒട്ടും ആശാവഹമല്ല. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് എന്ത് നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആര്യ, ഓക്കെ, ഇനി അന്വേഷണം ഏത് വിധത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഹരിമോഹനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.